എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിലേക്കൊന്ന് നോക്കണേ. ഞാൻ ഈ പറയുന്ന 10 കാര്യങ്ങളിൽ ഏതെങ്കിലും 3 നിങ്ങളുടെ അടുക്കളയിൽ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീട്ടിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വാഴുന്നു. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീ അല്ലെങ്കിൽ കുടുംബനാഥ അല്ലെങ്കിൽ ഗൃഹനാഥ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവളാണ്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ്. ഏറ്റവും സത്യമുള്ള, ഏറ്റവും ഐശ്വര്യമുള്ള 10 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന സ്ത്രീകളൊക്കെ ഈ 10 കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങളൊരു മഹാലക്ഷ്മി ആണോ എന്നുള്ളത് ഒന്ന് അറിയിക്കണേ. നമുക്ക് നോക്കാം എത്രത്തോളം മഹാലക്ഷ്മിമാരിവിടെ ഉണ്ട് എന്നുള്ളത്. 10 കാര്യങ്ങൾ പറയും. ഈ 10ൽ 3 നിങ്ങളുടെ അടുക്കളയിലുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം സാക്ഷാൽ ഭഗവതി തന്നെയാണ്. അവരെ ഞാൻ മനസ്സാൽ നമിക്കുന്നു. അപ്പൊ കാര്യത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ആ 10 കാര്യങ്ങൾ എന്നുള്ളത്? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ അടുക്കളപ്പുറത്ത് എല്ലാ ദിവസവും, ഒട്ടുമിക്ക ദിവസവും കാക്കയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാക്കയുടെ സാന്നിധ്യം എല്ലാ ദിവസവും നിങ്ങൾക്ക് പകൽ സമയത്ത് അടുക്കളപ്പുറത്ത്, പ്രത്യേകിച്ചും പകൽ ആദ്യ പകുതിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം നൽകാറുമുണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗൃഹനാഥ അനുഗ്രഹീതയാണ്. എല്ലാ ദിവസവും അടുക്കളപ്പുറത്ത് കാക്കയെ കാണാൻ സാധിക്കുന്നുണ്ട്, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്മ അല്ലെങ്കിൽ ആ കുടുംബനാഥ ഏറ്റവും ഐശ്വര്യമുള്ളവളാണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിലെ ഉപ്പുപാത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വീട്ടിലെ ഉപ്പുപാത്രം കാണുമ്പം തന്നെ നല്ല ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും വൃത്തിയാക്കി, ഏറ്റവും മനോഹരമായിട്ട്, ഈ ഉപ്പുപാത്രം എന്ന് പറയുന്നത് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന പാത്രമാണ്. കാരണം എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന എന്തുണ്ടാക്കിയാലും നമുക്ക് ഉപ്പ് അനിവാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും കൈകാര്യം ചെയ്യുകയും കേടുവരാനും പൊട്ടാനും അല്ലെങ്കിൽ അഴുക്ക് പറ്റാനും പൊടി പിടിച്ചിരിക്കാനും ഒക്കെ ഏറ്റവും സാധ്യതയുള്ള, പക്ഷേ ഒരു മഹാലക്ഷ്മി ചൈതന്യമുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥയാണ് ആ വീട്ടിലുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഉപ്പുപാത്രം നല്ല ഐശ്വര്യമായിട്ട് എപ്പോഴും നല്ല വൃത്തിയാക്കി വെച്ചിരിക്കും. ചെറിയ പൊട്ടൽ പോലും ഉണ്ടെങ്കിൽ അത് മാറ്റി പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ടാകും. ആ ഉപ്പുപാത്രത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും ആ വീട്ടമ്മയുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നോക്കുക, ഏറ്റവും വൃത്തിയായി, വക്കൊന്നും പൊട്ടിയതോ അടപ്പ് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ പൊള്ളലേറ്റതോ അല്ലെങ്കിൽ പൊട്ടിത്തുടങ്ങിയതോ ആയിട്ടുള്ള ഒന്നുമായിരിക്കില്ല ആ വീട്ടിലെ ഉപ്പുപാത്രം എന്ന് പറയുന്നത്. അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗൃഹനാഥന്മാരെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥ ആരാണോ ആ വ്യക്തി ഏറ്റവും ഐശ്വര്യമുള്ള സ്ത്രീയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും അണ്ണാന്റെ സാന്നിധ്യം അടുക്കളപ്പുറത്തുണ്ടാകും എന്നുള്ളതാണ്. അണ്ണാന്റെ സാന്നിധ്യം ദിവസവും അടുക്കളപ്പുറത്ത് കാണാൻ സാധിക്കും. കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ശബ്ദമെങ്കിലും കേൾക്കുന്നതായിരിക്കും. അണ്ണാൻ അടുക്കളപ്പുറത്ത് വന്നു നിന്ന് ശബ്ദമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ദിവസവും അണ്ണാനെ അടുക്കളപ്പുറത്ത് കാണുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകൾക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടാകാറുള്ളൂ എന്നുള്ളതാണ്. ഏറ്റവും ഭാഗ്യമെന്നാണ് കണക്കാക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഈ ഭാഗ്യം? ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, മഹാസൗഭാഗ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു ജീവി പഴുതാര എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അടുക്കളയിലും ജലാംശമുള്ളിടത്തും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ജീവിയാണ് ഈ പഴുതാര എന്ന് പറയുന്നത്. ഈ പഴുതാരയെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമാണ്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു സ്ത്രീ വാഴുന്ന അടുക്കളയിൽ അല്ലെങ്കിൽ ജീവിക്കുന്ന വീട്ടിൽ ഈ പഴുതാരയുടെ സാന്നിധ്യം കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് എപ്പോഴും ഒന്നും പഴുതാരെ കാണില്ല. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കാണുന്നത് ദോഷമല്ല, പക്ഷേ
തുടരെ കാണുക. ഒന്നു മാറി ചിലപ്പം ഒരു മാസത്തിൽ 5 or 10 തവണ കാണുക. ഒരാഴ്ച എടുത്ത് നോക്കിയാൽ 2-3 ദിവസം തുടർച്ചയായിട്ട് കാണുക. ഇങ്ങനെ തുടരെ പഴുതാരെ കാണുന്നുണ്ടെങ്കിൽ അത് ദോഷമാണ്. ഈ ഒരു ജീവിയെ അടുക്കളയിൽ വലുതായിട്ട് കാണാറില്ല എന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലെ ഗൃഹനാഥയ്ക്ക്, ആ വീട്ടിലെ കുടുംബിനിക്ക് ഏറ്റവും വലിയ ഐശ്വര്യമാണ്. മഹാലക്ഷ്മി ചൈതന്യത്തിന്റെ, മഹാലക്ഷ്മി ദേവി വാഴുന്നതിന്റെ ലക്ഷണമാണത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മഹാലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു വീട്ടിലെ അടുക്കളപ്പുറത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീ ഈ 5 ചെടികളിൽ ഒന്നെങ്കിലും ആ അടുക്കളപ്പുറത്ത് നട്ടു വളർത്തിയിട്ടുണ്ടാകും. ഇതൊന്നും അറിഞ്ഞോണ്ടാവണമെന്നില്ല, അറിയാതെ തന്നെ ഈ 5 ചെടികളിൽ ഏതെങ്കിലും ഒന്ന് അടുക്കളപ്പുറത്ത് നട്ടിട്ടുണ്ടാവും, അതിനെ പരിപാലിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. ആ 5 ചെടികൾ എന്ന് പറയുന്നത് 1 മഞ്ഞൾ, 2 ഞവര, 3 തുളസി അഥവാ കർപ്പൂര തുളസി, 4 കറ്റാർവാഴ, 5 വെറ്റില. ഈ 5 ചെടികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അടുക്കളപ്പുറത്ത് ഇതൊന്നും അറിയാതെ ആ വീട്ടിലെ സ്ത്രീ നട്ടു വളർത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. ഈ 5 ചെടികളിൽ ഒന്ന് അടുക്കളപ്പുറത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദേവിയിൽ ഭഗവതി വിളങ്ങുന്നു. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവർക്കിത് മനസ്സിൽ തോന്നിയതും അവരത് അവിടെ നട്ട് വളർത്തിയിരിക്കുന്നതും എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമെന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മഹാലക്ഷ്മി ദേവി വസിക്കുന്ന സ്ത്രീകൾ വാഴുന്ന അടുക്കളയിൽ ഈ 3 വസ്തുക്കൾ ഒരിക്കലും വെക്കില്ല എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ ഒരു കാരണവശാലും അടുക്കളയിൽ വെക്കില്ല. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ചൂല്, 2 ചെരുപ്പ്, 3 എന്ന് പറയുന്നത് തുറന്നു വെക്കപ്പെടുന്ന വേസ്റ്റ് പാത്രങ്ങൾ അല്ലെങ്കിൽ വേസ്റ്റ് കൂട്ടിയിടുന്ന ഒരു സമ്പ്രദായം. ഇത് ഒരു അടുക്കളയിലും, ലക്ഷ്മി ചൈതന്യമുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ പോയി നോക്കൂ, ഒരു കാരണവശാലും ഈ 3 കാര്യവും അടുക്കളയിൽ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റില്ല. എന്നാൽ ഈ 3 കാര്യങ്ങൾ അടുക്കളയിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ അവിടെ മൂദേവിയാണ് വസിക്കുന്നത്, ആ സ്ത്രീക്ക് ദോഷമായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഗൃഹനാഥന്മാര്, കുടുംബനാഥന്മാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഒന്ന് പ്രത്യേകം നോക്കുക. ചൂല്, ചെരുപ്പ്, ഈ പറയുന്ന പോലെ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന വേസ്റ്റ് പാത്രങ്ങൾ, ഇതൊക്കെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണെന്ന് മനസ്സിലാക്കുക. ഇതൊന്നും ഇല്ലാത്തൊരു അടുക്കളയാണ് എന്നുണ്ടെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി വാഴുന്ന അടുക്കളയാണത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, ദിവസവും രാവിലെ അരി ഇടുന്നതിന് മുമ്പ് ഒന്നുകിൽ മഹാലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ ആ വീട്ടിലെ സ്ത്രീ അരിയിടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ അരിയിടുന്നവരാണ് മഹാലക്ഷ്മിയെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ദേവിയെ അല്ലെങ്കിൽ 2 പേരെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അരിയിടുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പരമൊരു ഐശ്വര്യം ആ വീടിന് വരാനില്ല. അതിൽ പരമൊരു ഐശ്വര്യം ആ സ്ത്രീക്ക് ആ വീടിന് പ്രദാനം ചെയ്യാൻ ഇല്ല എന്നുള്ളതാണ്. ഒരിക്കലും ആ വീട്ടിൽ അന്നം മുട്ടില്ല. ആ വീട്ടിലെ സ്ത്രീ തന്നെയാണ് മഹാലക്ഷ്മി. അവരെ പൂജിക്കണം, അവരെ ഒരിക്കലും വിട്ടുകളയരുത്, അവരെ ചേർത്ത് പിടിക്കണം. ഏറ്റവും വലിയ ഭാഗ്യമാണത്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് വീട്ടിലെ സ്ത്രീകൾ ജലം തിളപ്പിച്ചിട്ടിട്ട് ഉറങ്ങാൻ പോകും എന്നുള്ളതാണ്. ഇത് പണ്ട് മുതൽക്കേ, പഴയ കാലം മുതൽക്കേ നമ്മളുടെ തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു ശീലമാണ്. ഈ ശീലം എന്ന് പറയുന്നത് ചുമ്മാതല്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് തിളപ്പിച്ചിട്ടിട്ട് രാവിലെ ആ തിളച്ചാറിയ വെള്ളം കണി കണ്ടുകൊണ്ടാണ് ഉണരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ പരമൊരു ഐശ്വര്യം ആ ഗൃഹനാഥയ്ക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ്. ഇത് അറിഞ്ഞോ അറിയാതെയോ വീട്ടിലെ സ്ത്രീ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ ആ വീടിന് തന്നെ ആ സ്ത്രീയാൽ ഐശ്വര്യം നൽകപ്പെടുകയാണ്. അപ്പം ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു പാത്രം വെള്ളം തിളപ്പിച്ചാറാനിട്ട് അത് ഇട്ടിട്ട് പോയി കിടന്നുറങ്ങുക, രാവിലെ എഴുന്നേറ്റ് വരുമ്പം തിളച്ചാറിക്കിടക്കുന്ന ആ ജലം കണ്ടുകൊണ്ട് ദിവസം ആരംഭിക്കുക. അതിൽ പരം ഒരു ഐശ്വര്യം വരാനില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വീട്ടിലെ അരിപ്പാത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വീട്ടിലെ അരിപ്പാത്രം കണ്ടു കഴിഞ്ഞാൽ ഒരു ദൈവ വിഗ്രഹത്തിലേക്ക് നോക്കുന്നത് പോലെ ചൈതന്യമായിട്ടിരിക്കുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി ദേവി വാഴുന്ന, മഹാലക്ഷ്മി ചൈതന്യമുള്ള സ്ത്രീകൾ ജീവിക്കുന്ന വീടുകളിൽ അരിപ്പാത്രം തുടച്ച് മിനുക്കി, പറ്റിയാൽ കുറച്ച് ചന്ദനമോ കുങ്കുമോ മഞ്ഞളോ ഒക്കെ കൊണ്ട് പൊട്ടൊക്കെ തൊട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് വെച്ചിരിക്കും. നമുക്ക് ആ പാത്രത്തിലോട്ട് നോക്കുമ്പം തന്നെ, അരിപ്പാത്രത്തിലോട്ട് നോക്കുമ്പം തന്നെ എന്തെന്നില്ലാത്തൊരു ചൈതന്യം
നമുക്ക് അനുഭവപ്പെടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അത്രയും വൃത്തിയാക്കി വസിക്കുന്ന വീടുകൾ, അടുക്കളകളുള്ള വീടുകളിലെ സ്ത്രീകളുടെ പ്രത്യേകതകളാണ് ഇത്രയും നേരം തിരുമേനി പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അവസാനത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത് മഞ്ഞൾ പാത്രം, ഉപ്പ് പാത്രം, കടുക് പാത്രം മുതലായ പാത്രങ്ങൾ ഒരിക്കലും കാലിയാവാൻ ഇത്തരം സ്ത്രീകൾ അനുവദിക്കില്ല. എപ്പോഴും ഇതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും പൂർണ്ണമായും നിറഞ്ഞിരിക്കാനാണ് ഇവർ ആഗ്രഹിക്കാറുള്ളത്. ഇത് അവർക്ക് എപ്പോഴും നിർബന്ധമാണെന്നും തിരുമേനി പറയുന്നു. ഇതാണ് ഈ വീഡിയോയിൽ തിരുമേനി നമ്മളെ അറിയിക്കുന്നത്. നന്ദി, നമസ്കാരം.